കലാഭവൻ സരിക എന്താണ് രേണുവിനെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ തന്നെ ആദില നൂറായും ശൈത്യമായിട്ട് എന്താണ് പറഞ്ഞു കിടന്ന് ചിരിച്ചത്, പിന്നെ ഇന്ന് രാവിലത്തെ വഴക്ക് എന്തായിരുന്നു, എന്തിനാണ് രാത്രി രേണു ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിച്ചത്, കൂവി വിളിച്ചത്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഉണ്ട് കുറേ കണ്ടന്റുകളുണ്ട്. ഇന്നലെ തന്നെ രേണ ഫാത്തിമ കുറച്ച് കാര്യങ്ങൾ ഫാമിലി സ്റ്റോറി പറയുന്നിടത്ത് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് പറയാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടാം. പിന്നെ ഇന്ന് രാവിലെ അനീഷ് ബാത്റൂം ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസുമായിട്ടൊരു ഫൈറ്റ് നടന്നു. അതിനുശേഷം കിച്ചണിൽ പാതകത്തിൽ നമ്മുടെ എന്താ പറയുക അനുമോള് കയറി ഇരുന്നതുമായിട്ടൊരു ഫൈറ്റ് നടന്നു. അപ്പോൾ എല്ലാം പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നു ഇന്നലത്തെ ഒരു കോൺവെർസേഷൻസ്, കലാഭവൻ സരികയും അതിനൊക്കെ കുറച്ച് ആൾക്കാരും ഇവിടെ ആദില നൂറ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടി പിടിച്ചെടുത്ത് കലാഭവൻ സരിക നമ്മുടെ രേണുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, 71 ക്യാമറയുണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ. ഈ 71 ക്യാമറയിലും ഒരു ദിവസം ഒരു 50 തവണയെങ്കിലും രേണു പോയിട്ട് പറയുകയാണ്, അയ്യോ സൂചേട്ടാ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രമാണ് രേണുവിൻ്റെ കണ്ടന്റ്. അതുപോലെ തന്നെ കുട്ടികളെ വിളിച്ച് കരയുക, പിന്നെ ക്യാമറയിൽ മുമ്പിൽ പോയിരുന്ന് കരയുക, അതിനുശേഷം തിരിച്ചു വന്ന് ബെഡിൽ വന്നിരിക്കുക, പിന്നീട് അതിനുശേഷം ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് തല മാന്തിയിട്ട് പേനിനെ പിടിച്ചിട്ട് ഇങ്ങനെ തെറിപ്പിച്ച് കളയുക. ഇത് ഞാനല്ല വിട്ടിരുന്ന് പറയുന്നത്, കലാഭവൻ സരിക എന്ന് പറയുന്ന ബിഗ് ബോസിലെ അവരുടെ കൂടെയുള്ള ബെഡ്മേറ്റ്, ഇപ്പൊ രേണുവിന്റെ കൂടെ കിടക്കുന്നത് കലാഭവൻ സരികയാണ്. അപ്പൊ ഇതാണ് പറയുന്നത്. ഓൾറെഡി സരിക പറഞ്ഞു കഴിഞ്ഞു, എന്താ കൺഫെഷൻ റൂമിൽ ചെന്നിരുന്ന് നോമിനേഷൻ എവിക്ഷനിൽ രേണുവിന്റെ പേരിട്ടിട്ട് എന്നെ പറഞ്ഞു, പുള്ളി ഫിസിക്കലി വീക്കാണ്, എപ്പോഴും ബെഡിൽ വന്ന് കിടക്കുകയാണ്, എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ബെഡിൽ തന്നെയാണ് ഇരുന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഹൗസ് മേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സരികയായിരുന്നു അവിടെ നമുക്കുണ്ട്. ഈ സരിക അങ്ങ് വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കുന്ന ആളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞിരുന്നു കുറ്റം പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ രേണുവിന്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം വിചാരിക്കുന്നത് ഭയങ്കര കണ്ടന്റുകൾ ഇവർ പുറത്തേക്ക് കൊടുക്കുന്നു എന്നാണ്. അവിടെ നിൽക്കട്ടെ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആദിലയും നൂറയും ഇരുന്ന് പിന്നെ ശൈത്യമായിട്ട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നു. കാരണം രേണു എന്താണ് പറയുന്നത്, രേണു പേനിൻ്റെ ഈ പേൻ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് മലർത്തി കൊല്ലുന്നു. എനിക്ക് അതിൻ്റെ എന്തോന്നും മനസ്സിലായില്ല കേട്ടോ. ഈ മലർത്തി കൊല്ലുന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കൊല്ലും, പിന്നെ പറത്തി വിടും, പേനിനെ പറത്തി വിടും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ശൈത്യ ചോദിക്കുന്നത്, അകപ്പാടെ ഒരു വലിയ കണ്ണാണല്ലോ, അപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ തെളിച്ചിട്ട് അയ്യോ അത്രമാത്രം പേനുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പേനാണെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ഈ രേണുവിൻ്റെ തലയിൽ ഇത്രയും പെയിൻ വന്നത് കൊണ്ടായിരിക്കും ഇതിന് കറക്റ്റായിട്ടുള്ളൊരു കളിയോ കോൺസെൻട്രേഷനോ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചുമ്മാ പറയുകയാണ്. അങ്ങനെ ആയിരിക്കാനാണ് സാധാരണ. അല്ലെങ്കിൽ ഇനി അത് വേറെ വല്ല സ്ട്രാറ്റജി ഇത് കണക്ക് സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ വോട്ട് കിട്ടും, ആ ഒരു ഇവരെയും വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും രാത്രിയിൽ പിന്നെ ഒരു ഭയങ്കര ഒരു കരച്ചിലൊക്കെ കേട്ടിട്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് ഇതെല്ലാം കണ്ട് ഞാനിപ്പോൾ ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിൽ കയറിയ സമയത്ത് ഭയങ്കര ഒരു കരച്ചിൽ, രാത്രി ഒരു 9-9:30 ആയി കാണും. കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ എന്താ രേണു കരയുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊച്ചിനെ ആരും എന്തോ പറഞ്ഞു, നമ്മളെ ഇവിടെ ഇരുന്ന് അത് കാണിക്കുന്നത് എനിക്ക് ക്ലീൻ അല്ലാത്തത് കൊണ്ടും പിന്നെ എനിക്ക് ഇങ്ങനെ ഭയങ്കര അഹംഭാവമൊക്കെ കാണിച്ചത് കൊണ്ടുമാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാണ്ട് വേറെ നമുക്ക് അതിനോട് എന്തോന്ന് പേഴ്സണൽ വൈരാഗ്യം, നമ്മളുടെ ഒന്നും 1% പോലും നമ്മളൊരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. ബിഗ് ബോസിൽ പോയത് നെഗറ്റീവ് കൊണ്ട് പോയി. ബിഗ് ബോസിൽ പോകുന്നവരെല്ലാം വലിയ ആൾക്കാരാണ്. അതാണ്ട് ജിൻഡോ ഇപ്പം കേസിൽ പിടിച്ച് കള്ളനായിട്ട് മുദ്ര കുത്തി, പെണ്ണ് പിടിയനും കള്ളനുമായിട്ട് മുദ്ര കുത്തിയതാണ്ട് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ നെഗറ്റീവ് ഫെയിമിൽ പോകുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവായിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കൊച്ചു പോസിറ്റീവായിട്ട് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള അല്ലാണ്ട് ബിഗ് ബോസിൽ പോകുന്നത് ബിഗ് ബോസിൽ എടുക്കുന്ന ആൾക്കാരെല്ലാം വലിയ ആൾക്കാരെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവരമില്ലാന്ന് മറ്റുള്ളവർ വിചാരിക്കും, അല്ലെങ്കിൽ വിവരമുള്ളവർ വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇതൊരു റിയാലിറ്റി ഷോ. അവർക്ക് അങ്ങനെ അതിന് പറ്റിയ കുറച്ച് ആൾക്കാരെ അവർ സെലക്ട് ചെയ്ത്, അവരും ബിസിനസ് അല്ലേ, ഇതെല്ലാം ഒരു ബിസിനസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നടത്തുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഇത് പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് കരണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിത് പറയുന്നത് നമ്മളിവിടെ ഇരുന്ന് റിയാലിറ്റി നമ്മൾ യൂട്യൂബിലിരുന്ന് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ്, മോണിറ്റൈസേഷൻ ആവത്തില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ പഴയ ചാനലുകളും ഞാൻ മോണിറ്റൈസേഷന് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കാശ് വാങ്ങിച്ച് അങ്ങനെ തൽക്കാലത്തേക്ക് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മോണിറ്റൈസേഷൻ ഒന്നും അധികം പോലെ 2019 ചാനൽ മാത്രമേ ഉള്ളൂ എന്ന് മോണിറ്റൈസേഷൻ കിടക്കുന്നത്. പിന്നെ എനിക്ക് വാർത്താ ചാനലുണ്ട്, വാർത്തകൾ മാത്രം ഇടാനുള്ള ചാനൽ.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മോണിറ്റൈസേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചാനലാണ്. അതുകൊണ്ട് എനിക്ക് കോടിക്കണക്കിന് രൂപ രേണു സുധീനെ വിറ്റ് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നൊക്കെ പറയുന്നത്. പലചരക്ക് കടയൊന്നും ഞാൻ നടത്തുന്നില്ല, ഒരാളെ വിറ്റ് കാശു. ഞാൻ പലചരക്ക് കട നടത്തുന്ന ഒരാളല്ല. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് പോട്ടെ. അപ്പോൾ ഈ കൊച്ചു ഇത് രേണു കരഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് വന്ന് എന്തോ പറ്റി. അപ്പോൾ എന്തോ സൂചിട്ടോ ഇല്ലേ, എന്തോ ഒരു ഓവർ ആക്ടിങ് ആണെന്നുള്ളതാണ്. കാലിൽ എന്തോ പിന്നെ ഈ കാല് തൊലി കട്ടി കൂടിയിട്ട് പൊട്ടുമല്ലോ, എന്തോ അതിന് പറയുന്നത്, എന്തോ എനിക്കത് ഫുഡ് ക്രാഫ്റ്റ് വരുമല്ലോ, ഫുഡിൽ ഇങ്ങനെ ക്രാഫ്റ്റ് വരുമല്ലോ. അതെനിക്ക് തോന്നുന്നു കുറച്ച് ഈ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോകുന്നതോ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി ഏജ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല, എൻ്റെ അമ്മ ഒരു 65 വയസ്സൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വന്നു. പക്ഷെ ഒരു ക്രീം തേച്ചപ്പോൾ അത് കംപ്ലീറ്റ് മാറി. ഞാനത് മറന്നുപോയി. കാരണം അന്ന് കുറേ വർഷമായില്ലേ, കുറേ വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചിട്ട് തന്നെ ഇപ്പോൾ 8 വർഷമായി. ജൂൺ 27 8 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാലം മുമ്പായിരുന്നു ഇങ്ങനെ കാലിൽ വന്നത്. പക്ഷെ ഒരു കുറച്ചിങ്ങനെ പൊട്ടി. അപ്പം പറഞ്ഞ് കാലിനൊരു വേദനയുണ്ട്, കാലിങ്ങനെ അമർത്തി ചവിട്ടുമ്പോൾ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് പറ്റിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഹീൽ നമ്മുടെ ഒരു വേദന മാറാനുള്ള ഹീൽ വിൻ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് ഓക്കെ ആയതായിരുന്നു. പിന്നീട് ക്രീം തേച്ചപ്പോൾ അത് മാറി. അപ്പോൾ അതിനാണ് ഇത്ര കിടന്ന് നില വിളിക്കുന്നത്. അപ്പോൾ ബിന്നി എന്തായാലും അതിനകത്തോട്ട് ക്രീം പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിച്ചു കീറി, ആ തൊലി ഇങ്ങനെ പൊട്ടിയത് ഈ കൊച്ച് വലിച്ചു കീറി. അവിടെ ഇരുന്ന് അതൊക്കെ ആയിരിക്കും കുനുവിന ചെയ്യുന്നത്. അതൊന്നും ബിഗ് ബോസ് നമ്മളെ ലൈവിൽ കാണില്ല. ലൈവിൽ ഇതിനെ കാണാനേ ഇല്ല. വല്ലപ്പോഴും അങ്ങനെ ക്യാമറയിൽ എങ്ങോട്ടാണ് നടക്കുന്നതൊക്കെ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ കരയുന്നത്. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞ് അത് പിന്നെ കാണിച്ചില്ല. പിന്നെ അനിമോളൊക്കെ ഈ മധുരെണ്ണ ട്രിവാൻഡ്രത്ത് ഈ ഞാനിപ്പോൾ പഴത്തിന് മധുരെണ്ണ എന്നാണ് പറയുന്നത്. കാരണം ഞാൻ 2015 മുതൽ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല മധുരെണ്ണ. ഇനി ആര്യനാട് ഭാഗത്തൊക്കെ മധുരെണ്ണ എന്നാണ് പറയുന്നത്. മട്ടൂർക്കാവിൽ എന്തായാലും മധുരെണ്ണ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പലതരത്തിലുള്ള പഴങ്ങളുണ്ടല്ലോ, എന്തായാലും അതൊരു ക്യൂട്ട്നെസ്. അപ്പോൾ ഇവിടെ എൻ്റെ അപ്പോൾ ഇത് പറയാൻ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ആരും കേട്ടില്ലെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ പിടിച്ച് മാറ്റി ഒക്കെ ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറയും. ഇതെൻ്റെ സ്വഭാവം. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നത് ഇത് അമ്മുവിൻ്റെ സ്വഭാവം. എന്നെ വീട്ടിൽ വിളിക്കുന്നതാണ് അമ്മു കേട്ടോ. അപ്പോൾ അമ്മുവിൻ്റെ സ്വഭാവമാണിത്. ഈ അനിമോള് കാണിക്കുന്ന മിക്കവാറും എല്ലാം ആ മാനറിസംസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരും. പിന്നെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാനറിസംസ് എനിക്ക് അനിമോളുടെ ആണ്. എൻ്റെ വീട്ടിലിരിക്കുന്നവർ പറയും, കാരണം അവരെല്ലാം വർഷങ്ങളായിട്ട് എന്നെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പറയും ഞാനിങ്ങനെയാണ്. എന്തെങ്കിലും പറയുമ്പോൾ തന്നെ കുറേ മൂത്ത കുറേ ഏട്ടന്മാരൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയട്ടെ അങ്ങനെ അച്ഛനോടായാലും എല്ലാവരോടും ഞാൻ പറയട്ടെ. കാരണം ഞാൻ കുറച്ച് ഹൈപ്പ് ചെയ്ത് പണ്ടുതൊട്ടേ ഇങ്ങനെ സംസാരിക്കുന്നതാണ്, നോൺ സ്റ്റോപ്പ്. പിന്നെ അനിമോളെ കണക്ക് അനിമോൾ എൻ്റെ അത്രയും സംസാരിക്കത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. കുഞ്ഞുനാളിൽ ഞാനൊക്കെ 3 വയസ്സിലെ ഭയങ്കര അക്ഷരസ്ഫുടതയോട് സംസാരിക്കുന്നില്ല. ഇപ്പം എനിക്ക് അക്ഷരസ്ഫുടതയൊക്കെ പോയി. കാരണം ഡയലോഗ് പറഞ്ഞ് എൻ്റെ എല്ലാ അക്ഷരസ്ഫുടതയും പോയിരിക്കുക. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് മധുരെണ്ണ. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഉണ്ട് ഈ മധുരെണ്ണ പറയുന്ന ഏതെങ്കിലും നാട്ടിലെ ഉള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ കാലം, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് രേണുവിനോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെയുണ്ട് കാലിന് എന്ന് ചോദിക്കുന്നു. രേണു അപ്പോൾ കിടക്കുമായിരുന്നു. അത് പിന്നെ രേണുവിനെ കാണിച്ചില്ല. അപ്പോൾ കിടക്കുന്നതാണ്. നീ ചേച്ചി കാലൊന്ന് കഴുകിക്കൊണ്ട് വന്ന് ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യണം, തേച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും ചേച്ചി, ഞാനൊരു ക്രീം തേച്ച് തരാം ചേച്ചി കാലൊന്ന് വൃത്തിയായിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രേണു വന്ന് പോയി എനിക്കിനി വൃത്തിയാക്കാനൊന്നും വയ്യ, നാളെ അവിടെ വൃത്തിയാക്കി കൊടുത്തെങ്കിൽ അത് തുടച്ചിടണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കാലും കയ്യും ഒക്കെ ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പം വിന്റർ സീസൺ വരുക, മോയ്സ്ചറൈസർ എല്ലാവരും ഇപ്പോൾ പ്രേക്ഷകരായാലും എന്നെ കേൾക്കുന്നവരായാലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കുളിച്ച ആ ഒരു ഈർപ്പത്തോടു കൂടി ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തേക്കണം. ശരീരത്തും കൂടി തേച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ എത്ര ഏജ് ആയാലും അതൊരു മോയ്സ്ചറൈസിങ് നമ്മുടെ സ്കിന്നൊരു എൻ്റെ മുഖം ഞാൻ ഒന്നും തേച്ചിട്ടില്ല. ഈ മുഖത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും മാത്രമാണ് തേച്ചത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മുഖത്ത് ഭയങ്കര ഓയിലിയാണ്. എപ്പോഴും ആ ഒരു സ്കിന്നിൻ്റെ നല്ല ഓയിലി ടച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എൻ്റെ മുഖത്ത് ഞാൻ ഒരു സാധനം എൻ്റെ മോൻ സത്യമായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യലോ ഒരു കാര്യം 10 വർഷം മുമ്പങ്ങാണ്ട് ഒരു ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോയതാണ്. അപ്പം അല്ലാണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഈ പുരികം പോലും ത്രെഡ് ചെയ്യാൻ ഞാൻ പോകുന്ന ഒരാളാണ്. നമ്മുടെ സ്കിന്ന് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് രാത്രി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ തേച്ചാൽ മതി. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ക്രീം കാര്യങ്ങൾ എന്തായാലും എവിടെയും പോയില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു റുട്ടീൻ പോലെ ചെയ്താൽ വൃത്തിയാവും. അത് കുളിച്ചിട്ട് വന്ന് കയ്യിലും കാലിലൊക്കെ തേക്കണം. ഈ ക്രീം ഒന്നും തേക്കാത്തവരാണ് ഇത്തിരി വെളിച്ചെണ്ണ, അത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇച്ചിരി ഒന്ന് തേച്ച് കൊടുത്താൽ നല്ല അടിപൊളിയാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ബ്യൂട്ടി ടിപ്സ് പറഞ്ഞില്ല. നമ്മുടെ ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ഈ ചാനലിൽ കൂടെ ഞാനെല്ലാം പറഞ്ഞുതരാം. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്യൂട്ടി ടിപ്സ്, നമ്മൾ കഴിക്കേണ്ട സ്കിന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ഷാനവാസ് നടക്കുന്ന കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് അനീഷ് വന്ന് നടന്നു. പിന്നെ ബാത്റൂം ക്ലീനുമായിട്ട് അനീഷുമായിട്ട്
നല്ലൊരു ഫൈറ്റ് ആയിരുന്നു ഷാനവാസുമായിട്ട്. ഷാനവാസ് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അനീഷ് അതിനേക്കാൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നെ ചില സമയത്ത് ഷാനവാസ് ഇങ്ങനെ ഒരുമാതിരില്ല എന്താ പറയുക, പിള്ളേരെ പോലെ കോക്കറി കാണിച്ച് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ച് എല്ലാ റെന ഫാത്തിമ ഇടയ്ക്ക് കാണിക്കുന്നതൊക്കെ കാണിക്കും. എനിക്കതെന്തോ ഒരു ഇറിറ്റേറ്റഡ് ആവുന്നു. ഷാനവാസ് നല്ലൊരു പ്ലെയറാണ്, നല്ല മെച്യൂർഡാണ്. ഏറ്റവും കൂടുതൽ ഏജ് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ ഷാനവാസിനാണ്. ആ പോട്ടെ, ഏജ് ഒന്നും ഇപ്പോൾ നമ്മൾ നോക്കണ്ടേ, എന്നാലും ഒരു മെച്യൂരിറ്റി നമുക്കത് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ കാണിക്കുമ്പോൾ അതെന്തോ ഇറിറ്റേഷൻ പോലെ പ്രേക്ഷകർക്ക് നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പോൾ അനീഷും ഷാനവാസും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണിലാണ് അനിമോള് കയറി പാതകത്തിലിരുന്ന് അങ്ങോട്ട് ഉപ്പുമാവ് ഇളക്കി. ആ ഉപ്പുമാവ് ഇളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉടനെ തന്നെ ബിന്നിയാണ് പിന്നെ ഒരു ഭയങ്കര ഹൈജീൻ കാണിക്കുന്നത്. അമിത വൃത്തി എന്ന് പറയുന്നത് ഒരു അസുഖം കേട്ടോ. നമ്മൾ അമിത വൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് വൃത്തിയാവാം എല്ലാവരും, പക്ഷേ എല്ലാത്തിനും ഈ വൃത്തി ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു CID പണിയുണ്ടല്ലോ, വൃത്തി നോക്കുക, ക്ലീനിങ് സൂപ്പർവൈസർ. അപ്പോൾ അങ്ങനെ നോക്കി നടക്കുന്ന അവൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് കിടന്ന് പിന്നെ രാവിലെ ബിന്നിയുമായിട്ടും ആര്യനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. അവിടെ തറ ഫ്ലോർ വൃത്തിയാക്കുന്ന സ്ഥലത്ത് എപ്പോഴും അവർ ഇരുത്തി അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഫ്ലോർ വൃത്തിയാക്കാനും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ പോയിട്ട് ആദ്യം സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണം, അതായത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ആര്യനും ബിന്നിയായിട്ട് രാവിലെ തന്നെ ഒരു അടി നടന്നു. പിന്നെ അതിനുശേഷമാണ് ഈ കിച്ചൺ പാതകത്തെ അനിമോൾ ഇരുന്നതുമായിട്ട്. അപ്പോൾ അനിമോൾ കാലങ്ങ് താത്തു വെച്ചു. അപ്പോൾ അനിമോൾ പറഞ്ഞ് കാൽ ഇവിടെ പാതകത്ത് തടാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഉടുപ്പിലോട്ടാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെന്തോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ പാതകത്ത് കയറിയിരിക്കാം, നിൽക്കാം, അല്ലെങ്കിൽ തറയിൽ നിന്ന് ചെയ്യാം. പക്ഷേ നമ്മൾ ഇത്രയും ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. ഇത് മാത്രമാണ്. എനിക്ക് അനിമോളെ ഇഷ്ടമാണ്. അനിമോളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പറയല്ല. അനിമോളെയാണ് എനിക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അനിമോളെ അനിമോളെ മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ അനിമോള് അപ്പം തന്നെ അത് അംഗീകരിച്ചങ്ങ് മാറണം. അപ്പോൾ അനിമോള് പറഞ്ഞാൽ ഇങ്ങനെ ഇതായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനുള്ള ഒരു മടി. പക്ഷെ അത് മാറിക്കൊടുത്താൽ മതിയായിരുന്നു. ഓ സോറി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞങ്ങ് മാറി അതവിടെ ഇത് കഴിഞ്ഞാൽ. പിന്നെ അനിമോള് അയ്യോ ഞാൻ അങ്ങനെ ഇരുന്നതിന് എന്താണ് കുഴപ്പം, അത് വേറെ രീതിയിലുള്ള സൗണ്ടാണല്ലോ. ഞാൻ അങ്ങനെ ഇരുന്നതിന് എന്താണ് കുഴപ്പം, പിന്നെ ഞാൻ അത് അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും അതൊരു കണ്ടന്റ് ആക്കി എടുത്തത്. അങ്ങനെ കണ്ടന്റ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ കൊടുക്കാൻ അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും അങ്ങനെ കുറേ നേരം സംസാരിച്ച് പിന്നെ അനിമോൾ എല്ലാവർക്കും ഫുഡൊക്കെ ചെയ്തു. ഒരു അമ്മ വൈബ്. നമ്മളൊക്കെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് തിന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആരെയും നമ്മളെ വീട്ടിൽ വന്നാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ആ ഒരു വൈബാണ് ഞാനും അവിടെ കണ്ടത്. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുത്തു, പാത്രത്തിലൊക്കെ വിളമ്പി. അതിന് തികയാതെ വരുമെന്ന് പേടിച്ചിട്ടാണ് എന്തായാലും ആ ഒരു ഇതെനിക്കിഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെയും ബാത്റൂമിൻ്റെ പ്രശ്നം നടക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഞാനൊന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അപ്ഡേറ്റ് തരാം. അപ്പം പിന്നെ റെന ഫാത്തിമയുടെ ഫാമിലി പറഞ്ഞപ്പോൾ ഒരു ലവിൻ്റെ കാര്യം പറഞ്ഞു. +1 തൊട്ട് റിലേറ്റഡ് ആണ്, അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ. ഇത് എന്ത് ഡ്രാമയാണെന്ന് എനിക്ക് മനസ്സിലായത്. കൊച്ചു കുട്ടിയല്ല, 18-19 വയസ്സാണ്. 18-19 വയസ്സ് കുട്ടികൾക്ക് പ്രേമിക്കേണ്ട, ലവ് അടിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ +1 തൊട്ട് ഞാൻ ഒരാളുമായിട്ട് ഇത്രയും റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ നമ്മൾ അത്രയും വയസ്സ് വരെ നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. ഈ പേരൻസിനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ കാമുകനെ അല്ലല്ലോ, അവറിനെ കണ്ടില്ല എന്ന് പറഞ്ഞവിടെ കരഞ്ഞത് ഒരു ഡ്രമാറ്റിക് ഡ്രാമയായിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്ത് റെന. അപ്പം റെന കുറച്ച് ചൈൽഡിഷാണ്. ഇങ്ങനെയുള്ള കുട്ടികളൊന്നും കൊണ്ടുവരരുത്. നമ്മളൊരു വീഡിയോ ചെയ്ത് അത് വൈറലായെന്ന് കരുതി നമ്മളതിൻ്റെ വലിയ സംഭവമൊന്നുമില്ല. അതാണ് പറഞ്ഞത്, ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി അവർക്ക് ഈ ബിസിനസ് പോലെ ഈ ഷോ നടത്തണം. അവർക്കൊരു വലിയ ബിസിനസ് ആണല്ലോ. കോടിക്കണക്കിന് രൂപ ചിലവാക്കി 10-400 ആൾക്കാരെ വെച്ചിട്ട് ജോലി ചെയ്ത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിന് പറ്റിയ കുറച്ച് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരെ, ഇവരുടെ ഇതിനനുസരിച്ച് കിട്ടുന്ന കുറേ ആൾക്കാരെ തപ്പിയെടുത്ത് അങ്ങനൊരു കാര്യം നടത്തണം. അത് മാത്രമേ ബിഗ് ബോസിൻ്റെയും കാര്യം. ഇതിപ്പോൾ ഞാൻ ബിഗ് ബോസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, എനിക്കത് തോന്നണം. ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റുകളൊന്നും ബിഗ് ബോസിൽ വളരെ ചുരുക്കം കണ്ടസ്റ്റൻറ്റുകൾ ബിഗ് ബോസ് ബിബിക്ക് പറ്റിയത്, ബാക്കി ആരും ബിബിക്ക് പറ്റിയതല്ല ഗൈസ്. അത് പറയാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്ക് ബൈ, ടേക്ക് കെയർ.